നമസ്കാരം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ പെടാത്ത പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ, ആ സംസ്ഥാനത്തെ ഗവർണറും സർക്കാരും തമ്മിൽ ഇപ്പോൾ വഴക്കു പതിവാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. കോൺഗ്രസ്സുകാർ ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചാലും തൃണമൂൽ കോൺഗ്രസ്സുകാർ ഭരിച്ചാലും സ്ഥിതി അതുതന്നെ. BJPക്ക് ഇതുവരെ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഈ വഴക്ക് പതിവാണ്. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകി, പ്രതിപക്ഷ നേതാവിന് ഫീൽ ഉണ്ടാക്കി. പക്ഷേ അണ്ടിയോടടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയും എന്ന തരത്തിൽ അദ്ദേഹം ഒടുവിൽ സ്കിപ്പ് ചെയ്തു പോകുമായിരുന്നു. എന്നാൽ പുതിയ ഗവർണർ RSSൽ നിന്നും സംസ്ഥാന ഭരണത്തലവനായി എത്തിയതാണ്. അദ്ദേഹം സൗമ്യതയുടെ പ്രതീകമാണ്. തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കുന്ന രീതിക്കാരനല്ല. സർക്കാരുമായി സഹകരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. സർക്കാർ അയക്കുന്ന ബില്ലുകളും നിയമങ്ങളുമൊക്കെ വേണ്ടതുപോലെ പരിശോധിച്ച് അനുമതി കൊടുക്കാനുള്ളതാണെങ്കിൽ കാലതാമസമില്ലാതെ അനുമതി കൊടുക്കുന്നു. എന്നാൽ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കപ്പെടണം എന്ന് നിർബന്ധമുണ്ട്. ഇവിടെയാണ് സർവകലാശാലകളുടെ കാര്യത്തിൽ അടിപിടി മൂക്കുന്നത്. സർവകലാശാലകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആശയക്കളരിയാവാൻ പാടില്ല, അവ സ്വതന്ത്രമാകണം എന്ന തീരുമാനത്തിന് പുറത്താണ് ചാൻസലർ പദവി പൊതുവെ ഗവർണർമാർക്ക് കൊടുക്കുന്നത്. വാസ്തവത്തിൽ ഗവർണർ എന്ന പദവിയിൽ പ്രത്യേകിച്ച് പണിയൊന്നും അവർക്കില്ല. ആളെ സ്വീകരിക്കുക, വിരുന്നു കൊടുക്കുക, ആഡംബരമായി ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് ഗവർണർ എന്ന പദവിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആകെപ്പാടെ എന്തെങ്കിലും ഒരു പണി അവശേഷിക്കുന്നത് ചാൻസലർ എന്ന നിലയിലാണ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലർ ഗവർണറാണ്. ചാൻസലർ എന്നാൽ ഏറ്റവും അധികാരമുള്ള പദവി തന്നെ. ചാൻസലർ ഒരു ഡമ്മിയോ റബ്ബർ സ്റ്റാമ്പോ അല്ല. അതുകൊണ്ട് തന്നെ ചാൻസലറുടെ തീരുമാനം പ്രധാനപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ചാൻസലർ പ്രലോഭനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങരുതെന്നാണ്, സ്വയം ബുദ്ധി പ്രയോഗിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് പക്ഷേ CPMനോ പിണറായിക്കോ സർക്കാരിനോ മനസ്സിലാവുന്നില്ല. സർവകലാശാലകൾ ഞങ്ങൾ ഭരിക്കും, ഞങ്ങളുടെ നയം നടപ്പിലാക്കും എന്ന നിലപാടിലാണ് അവർ. അതുകൊണ്ടാണ് ഭിന്നത മൂർച്ഛിച്ച് മുമ്പോട്ട് പോകുന്നത്. ഭാരതാംബ വിവാദത്തോടെ അത് ചൂടുപിടിച്ചു. രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കുന്നതിനെ CPM എതിർക്കുന്നത് എന്തിനാണ് എന്ന് പിടികിട്ടുന്നേയില്ല. സർക്കാരിൻ്റെ ചടങ്ങാണ്, അതുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം പാടില്ല എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. കേരള സർവകലാശാലയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സെനറ്റ് ഹാള് ആർക്കും വാടകയ്ക്കെടുത്ത് പരിപാടി നടത്താവുന്ന ഒരു ഇടമാണ്. മതപരിപാടികൾ നടത്താൻ പാടില്ല. രാഷ്ട്രീയ, സാമൂഹിക, തൊഴിലാളി പരിപാടികൾ നടത്താൻ കഴിയും. അവിടെ നടക്കുന്നതാണ്. CPM യൂണിയനുകളുടെയൊക്കെ സമ്മേളനങ്ങൾ അവിടെ നടക്കാറുണ്ട്. അവിടെ അനന്തപത്മനാഭൻ സേവാ സമിതി എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടന അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നു. ആ സെമിനാറിന് അനുമതി കൊടുത്തെടുത്ത് അവസാന നിമിഷം ഗവർണർ എത്തുമ്പോൾ അനുമതി റദ്ദാക്കുക, സ്റ്റേജിൽ കയറി ബഹളം വയ്ക്കുക തുടങ്ങിയ ക്രിമിനൽ കുറ്റമാണ് അനിൽകുമാർ എന്ന് രജിസ്ട്രാർ ചെയ്തത്. അതിൻ്റെ പേരിൽ അനിൽകുമാറിനെ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തു. ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ആ സസ്പെൻഷനെതിരെ രജിസ്ട്രാർ ഹൈക്കോടതി സമീപിച്ചു. അത് അയാളുടെ അവകാശമാണ്. ഹൈക്കോടതി കേസെടുക്കുമ്പോൾ ആ സസ്പെൻഷൻ ഉത്തരവിന് സ്റ്റേ കിട്ടും എന്നാണ് കരുതിയത്. സ്റ്റേ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഭാരതാംബയെ പതാകേന്ത്യ സ്ത്രീ എന്നൊക്കെ സർവകലാശാലയ്ക്ക് വേണ്ടി അഭിഭാഷകൻ വിശേഷിപ്പിച്ചതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതോടെ ഈ തീരുമാനത്തിൽ ഹൈക്കോടതി അനുകൂല നിലപാടല്ല എന്ന് മനസ്സിലാക്കിയ CPM അടുത്ത കളിക്കിറങ്ങി. അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് വൈസ് ചാൻസലർ നടത്തിയ സസ്പെൻഷൻ റദ്ദു ചെയ്തു. സസ്പെൻഡ് ചെയ്തത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലറാണ് സിൻഡിക്കേറ്റിൻ്റെ അധികാരി. ആ വൈസ് ചാൻസലർ അറിയാതെ സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ റദ്ദാക്കി. അങ്ങനെ റദ്ദാക്കപ്പെട്ടതുകൊണ്ട് ഇനി തൻ്റെ ഹർജിക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് അനിൽകുമാർ അത് പിൻവലിച്ചു. ഹൈക്കോടതിയിലും തിരിച്ചൊരു വിധി വന്നാൽ അത് ദോഷമാകും എന്ന് തിരിച്ചറിഞ്ഞാണ് ഈ നാടകം ഒപ്പിച്ചത്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ് തനിക്ക് ബാധകം, അതുകൊണ്ട് താനിപ്പോൾ സസ്പെൻഷനിലല്ല എന്ന് പറഞ്ഞ് ഈ രജിസ്ട്രാർ ചുമതലയേറ്റു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റിയുടെ ഭരണം നടത്തേണ്ടത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർ ചാൻസലർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ചാൻസലർക്ക് പങ്കെടുക്കാം, നടത്താം. പക്ഷേ വൈസ് ചാൻസലർ CEO പോലാണ്. ഒരു കമ്പനിയുടെ ചെയർമാൻ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന ആൾ അതിന് അധികാരിയാണെങ്കിലും അതിന് തൊട്ട് താഴെ CEO ഉണ്ട്. CEO ആയിരിക്കും എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നടപ്പിലാക്കേണ്ടത്. എന്നാൽ നയം തീരുമാനിക്കേണ്ടത്, പരീക്ഷ നടത്തിപ്പ് നടത്തേണ്ടത്, ഇതൊക്കെ സിൻഡിക്കേറ്റ് സംയുക്തമായാണ്. സിൻഡിക്കേറ്റ് തലവനാണ് വൈസ് ചാൻസലർ. ഇവിടെ സിൻഡിക്കേറ്റിന് അധികാരമുണ്ട്, സിൻഡിക്കേറ്റ് തീരുമാനമെടുത്ത് നടപ്പിലാക്കാം. എന്നാൽ ഭരണപരമായ കാര്യങ്ങൾ, സസ്പെൻഷൻ അടക്കമുള്ള ഭരണപരമായ കാര്യങ്ങൾ സിൻഡിക്കേറ്റ് ഇടപെടേണ്ട കാര്യമേ അല്ല.
യൂണിവേഴ്സിറ്റിയുടെ നയപരമായ കാര്യങ്ങൾ, പരീക്ഷ തീയതി സംബന്ധിച്ച, നടത്തിപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് സിൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്നല്ല. അങ്ങനെ വൈസ് ചാൻസലറെ മറികടന്നുകൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുന്നത് ഉചിതമാണോ? ഈ തർക്കമാണ് കോടതിയിൽ എത്തി നിൽക്കുന്നത്. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ കോടതിയിൽ നിന്നും ഒട്ടും അനുകൂലമല്ലാത്ത നിലപാടുണ്ടാവും എന്നറിഞ്ഞ് ഹർജി പിൻവലിച്ച് വൈസ് ചാൻസലർ ഉത്തരവിനെ മറികടന്നുകൊണ്ട് അവിടെ ചുമതലയേൽക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുന്ന, ഒരു കമ്പനിയുടെ നടത്തിപ്പുകാരൻ, ഒരു കമ്പനിയുടെ MD അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ CEO, അയാൾക്ക് കീഴിലുള്ള ഒരു പോസ്റ്റിൽ പണിയെടുക്കുന്ന ഒരാൾ ജനറൽ മാനേജരാവും, സസ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ അത് തനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്നിരുന്നാൽ സ്ഥിതി എന്താണ്? അതാണ് ഇപ്പോൾ നടക്കുന്നത്. സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല, പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുത്തിരുന്ന ഹരികുമാറിന്. ഹരികുമാറും CPM കാരനാണ്. അയാൾ ആ ചുമതല നിർവഹിക്കാൻ ഒരുക്കമല്ല. അയാൾ എന്ത് ചെയ്തു? അയാൾ അനങ്ങിയില്ല, വിവരം അറിയിച്ചില്ല. ഒടുവിൽ അതിനിടയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിയമവിരുദ്ധമായി റദ്ദാക്കുന്നു. ഈ റദ്ദാക്കൽ നടപടിയെ തുടർന്ന് അവിടെ വന്ന് ഇയാൾ ചുമതലയേൽക്കുകയാണ്. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത ആൾ ചുമതലയേൽക്കുകയാണ്. ഹരികുമാർ എന്ന ജോയിന്റ് രജിസ്ട്രാർ ഈ വിവരം അറിയിച്ചേയില്ല. ഉടൻ തന്നെ ചാൻസലറായ ഗവർണർ റിപ്പോർട്ട് ചോദിച്ചു. വൈസ് ചാൻസലർ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി ഒരു മിനി കാപ്പനെ ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതലയിലേക്ക് നിയോഗിച്ച് തൽക്കാലം രജിസ്ട്രാറുടെ ചുമതലയും കൊടുത്തു. ഫലത്തിൽ ഇപ്പോൾ 2 രജിസ്ട്രാർമാരാണ് കേരള സർവകലാശാലയ്ക്കുള്ളത്. വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്ത് സിൻഡിക്കേറ്റ് തിരിച്ചു നിയമിച്ച രജിസ്ട്രാർ അനിൽകുമാറും ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ നിയമിച്ച രജിസ്ട്രാറായ മിനി കാപ്പനും. ഈ 2 പേരും ഇപ്പോൾ അവിടുത്തെ രജിസ്ട്രാർമാരാണ്. മിനി കാപ്പന് ചുമതലയേൽക്കാൻ യൂണിയൻകാർ അനുവദിക്കുന്നില്ല. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ അവസ്ഥയാണ്. വൈസ് ചാൻസലറും ചാൻസലറും ഒരു വശത്ത്, സിൻഡിക്കേറ്റും സർക്കാരും മറുവശത്ത്. എന്നിട്ട് CPMന്റെ അജണ്ട നടപ്പിലാക്കുന്നു. വൈസ് ചാൻസലർ RSSന്റെ ഗണവേഷം കെട്ടി നിൽക്കുന്ന ഒരു ചിത്രം സർവകലാശാല മുമ്പിൽ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. SFIക്കാർ എന്തോ വലിയ കുഴപ്പമെന്ന നിലയിൽ. വൈസ് ചാൻസലർ RSSന്റെ ഗണവേഷം കെട്ടിയാൽ എന്താ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മന്ത്രിമാരും മേയർമാരും അടക്കമുള്ള CPM നേതാക്കൾക്ക് റെഡ് വോളണ്ടിയർ വേഷം കെട്ടി നടക്കാമെങ്കിൽ, CPM യൂണിയനുകളുടെ പരിപാടികൾ സെനറ്റ് ഹാളിൽ നടത്താമെങ്കിൽ, സർവകലാശാല വൈസ് ചാൻസലർക്ക് RSSൽ പ്രവർത്തിച്ചാൽ എന്താണ് കുഴപ്പം? RSS നിരോധിത സംഘടനയല്ല, രാജ്യത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള അധികാരം ഏതൊരാൾക്കുമുണ്ട്. ഒരാൾ RSSൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അയാൾ ഒരു പദവിയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ, DYFIയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും SFIയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും അങ്ങനെ ചെയ്യരുത് എന്ന് പറയേണ്ടി വരും. DYFIക്കും SFIക്കും CPMനും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ RSSനും ആ സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ഒരു സർവകലാശാല അധികാര കസേരകളിൽപ്പെട്ട് ഉടറുകയാണ്. നമ്മളവിടുത്തെ വിദ്യാർത്ഥിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആരാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്? രജിസ്ട്രാർ 2 പേരുണ്ട്. ഈ രജിസ്ട്രാറിൽ ആര് ഒപ്പിട്ട് കൊടുത്താൽ അതിന് നിയമസാധുത കിട്ടും? ഇവർ 2 പേരും മത്സരിച്ച് ഒപ്പിടാൻ തുടങ്ങിയാൽ ഈ കുട്ടികളുടെ ഭാവി എന്താവും? കൃത്യമായി പരീക്ഷ നടത്താനും കുട്ടികളുടെ ഫലം കൊടുക്കാനും ഒന്നും അവർക്ക് കഴിയുന്നില്ല. കാരണം ഒരു സ്ഥിരം വൈസ് ചാൻസലർ പോലുമില്ല. കേരള സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലർ ഭരണം തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി? സർക്കാർ എന്തുകൊണ്ടാണ് കുട്ടികളുടെ ഭാവി ഇരുട്ടിലാക്കിക്കൊണ്ട് ഇങ്ങനെ കളി തുടരുന്നത്? സർക്കാരിനും ഗവർണർക്കും പരസ്പരം രാഷ്ട്രീയം പോരടിക്കാം, എന്നാൽ ഇരകളാവുന്നത് കുട്ടികളാണ്. അവർ വളരുന്നത് ഇതൊക്കെ കണ്ടാണ്. അങ്ങേയറ്റത്തെ മര്യാദകേട്. CPM അവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ ഗവർണർ BJPയുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. രണ്ടിനുമിടയിൽ നിഷ്പക്ഷമായ അക്കാദമിക സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രീയം കലരാതെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളാണ് എടുക്കേണ്ടത്. അങ്ങേയറ്റം ഖേദകരമാണ് കുട്ടികളുടെ ഭാവി ഇരുട്ടിലാക്കിക്കൊണ്ട് ഗവർണറും സർക്കാരും ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത് വഴി സംഭവിക്കുന്നത്.